UGC നെറ്റിൻ്റെ പേപ്പർ 2 സൈക്കോളജിയുടെ PYQ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഇത് നമുക്ക് യോഗസൂത്രവുമായി ബന്ധപ്പെട്ട പതഞ്ജലിയുടെ യോഗസൂത്രവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇതിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഈ ഒറ്റ ചോദ്യത്തിൽ തന്നെ നമുക്ക് പല ഏരിയ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, which of the following are true about പതഞ്ജലി യോഗസൂത്ര? താഴെ പറയുന്ന 5 ഓപ്ഷനിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? പ്രാക്ടീസ് ഓഫ് ആസന, അതായത് പോസ്റ്റർ, പ്രൊസീഡ്സ് പ്രാണായാമ, കൺട്രോൾ ഓഫ് ബ്രീത്ത്. അടുത്ത, ഇൻസ്ട്രക്ഷൻസ് ഓഫ് യോഗസൂത്ര ആർ നോട്ട് റെലവൻറ്റ് ഫോർ സൈക്കോളജിക്കൽ വെൽബീയിങ്. സി, ഇറ്റ്സ് കൺസിസ്റ്റ് 8 ലിംസ്, അഷ്ടാംഗ യോഗ എന്ന് പറയും. ഡിലിജൻറ്റ് എൻഗേജ്മെൻറ്റ് ഇൻ യോഗിക് പ്രാക്ടീസസ് ക്യാൻ ലീഡ് ടു കൈവല്യ. നമുക്ക് ശരിയാണോ നോക്കാം. യോഗസൂത്ര ഈസ് ബേസ്ഡ് അപ്പോൺ ആൻഷ്യൻ ന്യായ സിസ്റ്റം. അത് ശരിയാണോ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് ശരിയുത്തരം ഏതാണെന്നത് കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് പോവാം. ഓപ്ഷൻ എ, ഇതിൽ നമുക്ക് അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞിട്ടുള്ള 8 യോഗങ്ങളെക്കുറിച്ചും അഷ്ടാംഗ യോഗയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മൂന്നാമത്തേതാണ് ആസന എന്ന് പറയുന്നത്, 4ാമത്താണ് പ്രാണായാമ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. അതിന് വിശദീകരണം പറയാം. ആദ്യം നമുക്ക് ശരിയും തെറ്റും ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് വിശദീകരണം പറയാം. ഫസ്റ്റ് ഓപ്ഷൻ എ ശരിയാണ്. ആസന കഴിഞ്ഞിട്ടാണ് പ്രാണായാമം. അതെങ്ങനെയാണ് വരുന്നത്, ഏതാ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം. രണ്ടാമത്തത്, സൈക്കോളജിക്കൽ വെൽബീയിങ്ങിന് യോഗസൂത്ര നോട്ട് റെലവൻറ്റ്. അത് തെറ്റാണ്. അത് ആൻസർ തെറ്റാണ്. ഓപ്ഷൻ ബി തെറ്റാണ്. മൂന്നാമത്തത്, ഇറ്റ് എക്സ്പ്ലിസിറ്റ്ലി ഔട്ട്ലൈൻ അഷ്ടാംഗ യോഗ, അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8 ലിംസ്, അഷ്ടാംഗ യോഗ. അത് ശരിയാണ്. അഷ്ടാംഗ യോഗ ഏതൊക്കെയെന്ന് നമുക്ക് പറയാം. അടുത്ത്, ഡിലിജൻറ്റ് എൻഗേജ്മെൻറ്റ് യോഗിക് പ്രാക്ടീസസ് ക്യാൻ ലീഡ് ടു കൈവല്യ. അതും ശരിയാണ്. കൈവല്യ നമുക്ക് നോക്കാം, അതെന്താന്ന് നോക്കാം. യോഗസൂത്ര ഈസ് ബേസ്ഡ് അപ്പോൺ ആൻഷ്യൻ ന്യായ സിസ്റ്റം. ന്യായ സിസ്റ്റം അല്ല ശരിക്കും, അത് സംഖ്യാ ഫിലോസഫിയുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. ഓരോന്ന് നോക്ക്. ഇവിടെ ഈ പതഞ്ജലിയുടെ യോഗസൂത്ര. നമുക്ക് ആദ്യം അദ്ദേഹത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ആരാണ് പതഞ്ജലി? പതഞ്ജലിയാണ് അദ്ദേഹം, സേക് പതഞ്ജലി. ജസ്റ്റ് എഴുതാം. ഇദ്ദേഹം യോഗ കമ്പൈൽ ചെയ്ത ആളാണ്. ശരിക്കും യോഗ ഇൻവെൻറ്റ് ചെയ്ത ആളല്ല. ഇദ്ദേഹം ഏകദേശം 400 സെഞ്ച്വറി BC എന്ത് ചെയ്ത് ഇദ്ദേഹം യോഗ കമ്പൈൽ ചെയ്ത്. അപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്നത് ഗ്രേറ്റ് കമ്പൈലർ ഓഫ് യോഗ എന്നതാണ്. ഗ്രേറ്റ് കമ്പൈലർ ഓഫ് യോഗ. ഹി ഈസ് നോട്ട് ഇൻവെൻറ്റ് യോഗ. അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പതഞ്ജലിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പതഞ്ജലിയുടെ യോഗസൂത്രം. ഹി ഡിഡ് നോട്ട് ഇൻവെൻറ്റ് യോഗ. യോഗ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അയാൾ കൊണ്ടുവന്നതല്ല. അയാൾ കമ്പൈൽ ചെയ്തതാണ്. പുരാതന കാലഘട്ടം മുതൽ ആളുകൾ ഓറലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന പഴയ കൺസെപ്റ്റുകളൊക്കെ ഇദ്ദേഹം ക്രോഡീകരിച്ചിട്ട് യോഗസൂത്രത്തിൽ ക്രോഡീകരിച്ച് ഒരു ലോജിക്കൽ ടെക്സ്റ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്തതാണ് യോഗസൂത്ര എന്ന് പറഞ്ഞത്. ഇത് ഏകദേശം 400 BC ഇദ്ദേഹം ക്രോഡീകരിച്ചത്. ഓക്കെ,
400 സി. ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള ചിതറിക്കിടക്കുന്ന ടെക്സ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹം ക്രോഡീകരിച്ചു. ഇതിന് ഈ പുസ്തകം ഇതൊരു ബുക്കായിട്ട്, ഈ പുസ്തകത്തിൻ്റെ പേരാണ് എന്ത്, ടെക്സ്റ്റ് ബുക്ക്, ലോജിക്കൽ ടെക്സ്റ്റ് ബുക്കാണ് യോഗസൂത്ര. യോഗസൂത്ര എന്ന പേരിൽ അദ്ദേഹം എന്താണ് ഇത് ക്രോഡീകരിച്ചതാണ്. ഇതിൽ ഓരോ ബുക്ക് എന്താണ് 196 സൂത്രാസ് ഉണ്ട്. 196 സൂത്രാസ്. ഓക്കെ, ചെറിയ ചെറിയ ഉദ്ദേശിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ സൂത്രാസിനോട് ഉദ്ദേശിക്കുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ള പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ 196 സൂത്രാസും. ഇതിനെ ഇദ്ദേഹം 4 ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് പാഡാസ് എന്നാണ് പറയാം. 4 പാഡാസ്. ഓക്കെ, നമ്മൾ 4 പാഠങ്ങൾ. ഈ 4 ഏതൊക്കെയാണെന്ന് നോക്കാം. 1 സമാധി പാഠം. ഇത് ഓർത്തെടുക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇതൊക്കെ ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല. ഇത് മെയിനായിട്ട് സമാധി പാഠത്തിൽ മെയിനായിട്ട് സ്പിരിച്വൽ അബ്സോർപ്ഷന്, അതുപോലെ കോൺസെൻട്രേഷൻ, ഒരു ഒന്നിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് സമാധി പാഠ എന്ന് പറയുന്നത്. ഓക്കെ, പൂർണ്ണമായും സെൽഫ്ലെസ് ആയിട്ട് എന്താണ് നമ്മൾ എന്തിലേക്കാണോ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത്, അതായി മാറുന്ന ഒരവസ്ഥ. ഡീറ്റെയിൽ ആയിട്ട് ഫിലോസഫിക്കലായിട്ടുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ സമാധി പാഠ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പറയുന്നത് ഇതിൻ്റെ വിശദീകരണം ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതാം. ഓക്കെ, ഓൺ സ്പിരിച്വൽ അബ്സോർപ്ഷൻ. അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ. സ്പിരിച്വൽ അബ്സോർപ്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, അതാണ് സമാധി പാഠത്തിൽ വരുന്നത്. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ചോദ്യമാണ്. ഈ 4 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 4 പാഠാസ് ഓഫ് ഇയാൾ പതാഞ്ജലിയുടെ 4 പാഠാസ് ചോദിച്ചുകൂടായില്ല. വളരെ റെയറായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളൂ. മുമ്പ് അങ്ങനെ ശ്രദ്ധയിൽ പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ വന്നിട്ടുണ്ടാകും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോയതുണ്ടാവാം. അപ്പോൾ ഈ റെയറായിട്ടേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ട് ചിലപ്പോൾ ഇത് ചോദിച്ചുകൂടായില്ല. ടോപ്പിക്കുകൾ സെയിം ആയിരിക്കും, അതിൻ്റെ വ്യത്യസ്ത വശങ്ങളാണ് എന്ത് ചെയ്യുക ചോദിക്കുക. അടുത്താണ് സാധന പാഠ. സാധന പാഠമാണ് ഉദ്ദേശിക്കുന്നത് പ്രാക്ടീസ് അല്ലെങ്കിൽ ടൂൾസ് ഓഫ് യോഗാസിനെ കുറിച്ചാണ് ഈ പാഠം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ എങ്ങനെ യോഗ പ്രാക്ടീസ് ചെയ്യും, അതുപോലെ യോഗാസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദ പ്രാക്ടീസ് ജസ്റ്റ് എഴുതാം. ആൻഡ് ടൂൾസ് ഓഫ് യോഗ. പ്രാക്ടീസ് ആൻഡ് ടൂൾസ് ഓഫ് യോഗ. ഇപ്പം നമ്മൾ 2 എണ്ണമാണ് പഠിച്ചത്. ഒന്ന് സമാധി പാഠ, 2 സാധന പാഠ എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമതായി പറയുന്നത് വിഭൂതി പാഠ എന്നാണ്. 4ാമത്തെ നമ്മളെ ചോദ്യത്തിൽ കണ്ട കൈവല്യ പാഠ. അങ്ങനെ 4 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്തതിലേക്ക് നമുക്ക് പോവാം. വിഭൂതി പാഠ. വിഭൂതി പാഠ എന്ന് പറഞ്ഞാൽ എന്താണ്?
ജസ്റ്റ് ഇവിടെ എഴുതാം. ഓക്കെ, വിഭൂതി പാട. മൂന്ന് വിഭൂതി പാട. ഇവിടെ ഒരു എച്ച് ഉണ്ട്. വിഭൂതി പാഠത്തിൽ മെയിനായിട്ട് വരുന്ന എക്സ്ട്രാ ഓർഡിനറി പവേഴ്സിനെ കുറിച്ചും പ്രാക്ടീസസിനെ കുറിച്ചും നമ്മൾ ഒരു ഈ യോഗയിലൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ഓർഡിനറി പവേഴ്സിനെ കുറിച്ചാണ് വിഭൂതി പാഠത്തിൽ വിശദീകരിക്കുന്നത്. ഓക്കെ, അതിൽ നമുക്ക് കിട്ടുന്ന സ്കിൽസ്, എക്സ്ട്രാ ഓർഡിനറി സ്കിൽസ്, അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഡീപ്പായിട്ട് നോക്കുകയൊക്കെ ചെയ്യാം. ഇത്രയാണ് നമുക്ക് നെറ്റിന് എന്താണ് ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പേരുണ്ടാവാം. ദ എക്സ്ട്രാ ഓർഡിനറി പവർ gained through practices. എക്സ്ട്രാ ഓർഡിനറി പവർ ഗെയിൻഡ് ത്രൂ പ്രാക്ടീസസ്, അതാണ് വിഭൂതി പാഠം. ഈ നാലാമത്തേത് കൈവല്യ പാഠം. ഇത് പൂർണ്ണമായിട്ടും ഉള്ള എന്താണ് ലിബറേഷനെയാണ്, പൂർണ്ണമായിട്ടുള്ള നമ്മൾ സെൽഫ്ലെസ്നെസ്സിനെയാണ് എന്ത് പറയാം, ഈ കൈവല്യ പാഠ എന്ന് പറയാം. അത് കുറച്ചും കൂടെ നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്ത് അത് പൂർണ്ണമായിട്ടും ഒരു എന്താണ് ലിബറേറ്റ് ചെയ്യുന്ന ഒരു ഘട്ടമാണ്. ഫിലോസഫിക്കലായിട്ട് കൺസെപ്റ്റാണ്, ഡീപ്പായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് പഠിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് തിയറിറ്റിക്കൽ ആസ്പെക്ട്സ് ആണ് വിശദീകരിക്കുന്നത്. ആബ്സൊല്യൂട്ട് ലിബറേഷൻ. അബ്സല്യൂട്ട് ലിബറേഷൻ. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 4 ചാപ്റ്റേഴ്സ്. ഇവിടെ നമ്മൾ മെയിനായിട്ട് പതാഞ്ജലിയെ കുറിച്ച് വിശദമായിട്ട് നോക്കി. പതാഞ്ജലി കഴിഞ്ഞില്ല കേട്ടോ. അദ്ദേഹം യോഗയുടെ എന്തല്ല ഇൻവെൻറ്റർ അല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി. കമ്പൈൽ ചെയ്ത ആളാണ്. ഏകദേശം 400 സെഞ്ചുറിയിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. യോഗസൂത്ര എന്ന പേരിൽ അദ്ദേഹം 196 സൂത്രകളുള്ള 4 പാഠങ്ങളുള്ള ഒരു പുസ്തകം അദ്ദേഹം കമ്പൈൽ ചെയ്തു. അതിൻ്റെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു. സമാധി, സാധന, വിഭൂതി, അതുപോലെ തന്നെ കൈവല്യം. ഇനി നമുക്ക് അഷ്ടാംഗ യോഗയെക്കുറിച്ച് നോക്കാം. ഓക്കെ, അഷ്ടാംഗ യോഗ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്ഷനിൽ ഉള്ള ഭാഗം തന്നെയാണ്. 8 ലിംസ് അഷ്ടാംഗ യോഗ. നമുക്ക് നോക്കാം. 8 ലിംസ് അഷ്ടാംഗ യോഗ. ഇത് ഇടയ്ക്ക് കാണാറുണ്ട്. ഈ അഷ്ടാംഗ യോഗ പല സ്ഥലങ്ങളിലും പല രീതിയിൽ കാണാറുണ്ട്. ഇദ്ദേഹം അദ്ദേഹം ഒരു ട്രീയോടാണ് എന്ത് ചെയ്തത്, ഇദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റിനെ ഉപമിച്ചത്. ഈ ഒരു ട്രീക്ക്, ഒരു മരത്തിന് വ്യത്യസ്ത ശിഖരങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ.
ഒരു മരത്തിനുണ്ടാവുന്ന വ്യത്യസ്ത ശിഖരങ്ങൾ 8 ശിഖരങ്ങളുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ശിഖരങ്ങൾ 1 by 1 ആയിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരില്ല ചെയ്യാം, ഒരേ സമയത്ത് ഗ്രോ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇത് ഔട്ടർ സോഷ്യൽ ബിഹേവിയർ ടു ഇന്നർ മെൻ്റൽ മാസ്റ്ററി. പുറത്തുനിന്ന് ഉള്ളിലേക്കാണിത് വളരുക, ഉള്ളിൽ നിന്ന് പുറത്തേക്കല്ല. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൺസെപ്റ്റ് ഇവിടെ എഴുതാം. അദ്ദേഹത്തിൻ്റെ സിസ്റ്റം, ഹിസ് സിസ്റ്റം, ഹി കമ്പയർസ് his system to a tree with 8 branches or limbs. അത് 8 ബ്രാഞ്ചസ് ഉണ്ട്. ഇതാണ് മെയിൻ പോയിന്റ് കേട്ടോ. മെയിൻ 3 പോയിന്റുകളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 8 അഷ്ടാംഗ യോഗം, 8 യോഗങ്ങളുണ്ട്, അത് നമുക്ക് പറയാം. ഈ അഷ്ടാംഗ യോഗവുമായി ബന്ധപ്പെട്ട 3 കൺസെപ്റ്റുകളുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഇതൊരു ട്രീ പോലെയാണ് അദ്ദേഹം മനസ്സിലാക്കിയത്, 8 ശിഖരങ്ങളുള്ള ഒരു ചെടി, ഒരു മരം. രണ്ടാമത്, ഇത് 1 by 1 ആയിട്ടല്ല എന്ത് ചെയ്യുക, ഇത് ഡെവലപ്പ് ചെയ്യുക. They are not steps that you one by one. അതായത് നമ്മൾ ഓരോ സ്റ്റെപ്പുകളായിട്ടല്ല അദ്ദേഹത്തിന് പറയുന്നത്, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്യുക, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്യുക, അങ്ങനെയല്ല. ഇത് ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, ചെയ്യേണ്ടത്, ഒരുമിച്ചാണ് ഗ്രോ ചെയ്യേണ്ടത്. ദേ ഗ്രോ ടുഗദർ. അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, മൂവ്മെൻറ്റ് വരുന്നത്, ഈ വളർച്ച വരുന്നത് പുറത്തുനിന്ന് ഉള്ളിലേക്കാണ്. സാധാരണ നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വളർച്ചയല്ല ഇത് പറയുന്നത്, പുറത്തുനിന്ന് ഉള്ളിലേക്ക്. അതൊക്കെ ഫിലോസഫിക്കലായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. നമുക്ക് ദേ മൂവ് ഫ്രം ഔട്ട്വാർഡ് അല്ലെങ്കിൽ ഔട്ടർ സോഷ്യൽ ബിഹേവിയർ to inner mental mastery. ഇവിടെ ഔട്ടർ സോഷ്യൽ ബിഹേവിയറിന്ന് ഇന്നർ മെൻ്റൽ മാസ്റ്ററിയിലേക്കാണ് എന്ത് ചെയ്യാം, ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്കാണ് ഇത് ഗ്രോ ചെയ്യുക എന്നുള്ള ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇതുമായി ബന്ധപ്പെട്ടത് പ്രധാനപ്പെട്ടതാണ്. രണ്ടെണ്ണം പറഞ്ഞു. ഇനി നമുക്ക് ഈ 8 ലിംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത്, ഇവിടെ ആദ്യത്തെ 5 എണ്ണം ഔട്ടറുമായി ബന്ധപ്പെട്ടതാണ്, ഔട്ടർ പ്രാക്ടീസസുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ 6, 7, 8 ഇന്നർ പ്രാക്ടീസസുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ആദ്യം നമുക്ക് ഔട്ടർ പ്രാക്ടീസസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. The outer practices. Outer practices. ഇതിനെ നമ്മൾ പറയാം ബാഹിരംഗ. ബാഹിരംഗ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഇറ്റ്സ് ഫോക്കസ് ഓൺ ബോഡി ആൻഡ് വേൾഡ്. നമ്മളെ ഫിസിക്കൽ ബോഡിയും വേൾഡുമായിട്ട് ഫോക്കസ് ചെയ്യാണ് ഇത് ചെയ്യുന്നത്, ഈ ഭാഗങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത്, ഇറ്റ് ഫോക്കസ്
ഓൺ ദ ബോഡി, ദ ഫിസിക്കൽ ബോഡിയാണ് നമ്മുടെ ശരീരവും ലോകവും, അതായത് നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റുന്ന ഭാഗങ്ങളുണ്ടല്ലോ, നമ്മൾ ചുറ്റുപാടുകൾ, നമ്മൾ ഉള്ളും പുറത്തുള്ള നമുക്ക് ശരീരത്തിലുള്ള കൈ, കാല്, കണ്ണ്, മൂക്ക്, അതുപോലെ ചുറ്റുപാടുള്ള സാധനങ്ങൾ, വാഹനങ്ങൾ, ലാപ്ടോപ്പ്, മേശ, ബെഞ്ച്, ഡെസ്ക്, അങ്ങനെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, ഇതുമായി കണക്ട് ചെയ്യപ്പെട്ട ഒരു എന്താണ് ഭാഗമാണ് എന്താ പറയുക, ബാഹിരംഗ എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ആദ്യത്തേത് നമുക്ക് നോക്കാം. ഫസ്റ്റ് യമ. യമ എന്ന് പറഞ്ഞാൽ സോഷ്യൽ എത്തിക്സ്, അതായത് മോറൽ റെസ്ട്രിക്ഷൻസിനെയാണ്, സോഷ്യൽ എത്തിക്സിനെയാണ് നമ്മൾ യമ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്സ്, ഈ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം. ഇത് 5 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, 5 കാര്യങ്ങൾ ചെയ്യണം എന്നും പറയുന്നുണ്ട്. അതിനാണ് യമ എന്ന് പറയുന്നത്. യമ എന്ന് പറഞ്ഞാൽ സോഷ്യൽ എത്തിക്സ്, അല്ലെങ്കിൽ മോറൽ റെസ്ട്രിക്ഷൻസ് എന്ന് പറയാം. സോഷ്യൽ എത്തിക്സ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് മാത്രം, ഈ യമ മാത്രം ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തായിട്ട് ചോദിക്കാം, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, യമയുടെ ഉള്ളിലുള്ള 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ചിലപ്പോൾ എക്സാമിന് വരാം. ഓക്കെ, ഇപ്പോൾ ഈ 8 എണ്ണം പഠിക്കുന്ന 8 എണ്ണം അല്ല, 8ൻ്റെ ഒരു സബ്ബുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സബ്ബിൽ ഒന്നാണെന്ത്, അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ നമ്മളെ വാക്ക് കൊണ്ടോ, നമ്മളെ പ്രവൃത്തി കൊണ്ടോ, നമ്മളെ ചിന്ത കൊണ്ടോ ആരെയും ഉപദ്രവിക്കാതിരിക്കുക, അതിനാണെന്ന് പറയാം അഹിംസ എന്ന് പറയാം. അതിന് കൃത്യമായ ഡെഫിനിഷൻ ഉണ്ട്. നമ്മുടെ വാക്ക് കൊണ്ടോ, പ്രവൃത്തി കൊണ്ടോ, ചിന്ത കൊണ്ടോ. ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? തോട്ട്, വേർഡ്, ആക്ഷൻ. ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് അഹിംസ പറയുന്നത്. രണ്ടാമത്തത് ബിയിൽ വരുന്നത് സത്യ. സത്യം എന്ന് പറഞ്ഞാൽ ഹോണസ്റ്റിക്കാണെന്ന് പറയാം, സത്യസന്ധതക്കാണെന്ന് പറയാം സത്യ എന്ന് പറയുന്നത്. സത്യസന്ധത അല്ലെങ്കിൽ ഹോണസ്റ്റി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, വിശദീകരിക്കുന്നില്ല. പിന്നെ അടുത്താണ് അസ്തിയ. അതായത് നമ്മൾ മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാതെ എടുക്കാൻ പാടില്ല. നോട്ട് ടേക്കിംഗ് വിത്തൗട്ട് യോസ്. അത് മറ്റുള്ള നമ്മളുടേതല്ലാത്ത സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. അതിനാണെന്ന് പറയാം അത് നോൺ സ്റ്റീലിംഗ്. പെർമിഷനോട് കൂടി എന്ത് ചെയ്യാൻ പാടില്ല, പെർമിഷൻ ഇല്ലാതെ മറ്റൊരാളുടെ ഒന്നും നമ്മൾ എടുക്കാൻ പാടില്ല. സി ആണ്. ഇനി 4-മത്തത് സി കഴിഞ്ഞ ഡി ബ്രഹ്മചര്യ. ബ്രഹ്മചര്യ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു യൂസ് എനർജി, അതായത് നമ്മളെ ആരോഗ്യം, എനർജി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാം. നമ്മുടെ ഉള്ളിലേക്കുള്ള സഞ്ചാരത്തിന് വേണ്ടിയിട്ട്, നമ്മളെ യാഥാർത്ഥ്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, ഇൻവാർഡ് ട്രാവലിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാം. അതിനാണ് ബ്രഹ്മചര്യ എന്ന് പറയുന്നത്. റൈറ്റ് ടു യൂസ് ഓഫ് എനർജി. അതിൻ്റെ ഒരു സബ്ബാണ് എന്താ പറയുക, വിവാഹം കഴിക്കാതെ ഈ കാലഘട്ടം എഡ്യൂക്കേഷനുമായി ഫോക്കസ് ചെയ്യുന്ന കാലഘട്ടമാണ്. നമ്മൾ 4 ആശ്രമങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പഠിച്ചിരുന്നു. ബ്രഹ്മചര്യ, ഗൃഹസ്ഥ്യ, വാനപ്രസ്ഥ, സന്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു.
അതിൽ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന് മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന സമയമാണ്. റൈറ്റ് യൂസ് ഓഫ് എനർജി. റൈറ്റ് യൂസ് ഓഫ് എനർജി. അടുത്തതാണ് ഈ അപരിഗ്രഹ. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ നോൺ പൊസസീവ്നെസ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നോൺ ഗ്രീഡ്. നമ്മൾ എന്താണ് പൊസസീവ്നെസ് ആയി മാറാൻ പാടില്ല. നോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടേത് എൻ്റേത് എന്ന് പറയും ആഗ്രഹങ്ങൾ വർദ്ധിക്കുക, കുറേ കാര്യങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുക, എൻ്റേത് ഞാൻ എൻ്റേത് എന്നുള്ള ചിന്ത ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. സ്വാർത്ഥ താല്പര്യങ്ങൾ ഒഴിവാക്കുക. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സെൽഫ് എന്ന പേഴ്സ്പെക്റ്റീവ്, ഞാൻ എൻ്റേത് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുക. എന്നാണ് എന്ത് പറയാം? നോൺ പൊസസീവ്നെസ്. ഇതാണ് 4 യമസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യമയാണ് പറഞ്ഞത്. ഫസ്റ്റ് ലിംബാണ് ഇത്. നമ്മൾ ഫസ്റ്റ് ബാഹിരംഗവുമായി ബന്ധപ്പെട്ട, അതായത് ഔട്ടർ പ്രാക്ടീസസുമായി ബന്ധപ്പെട്ട ഫസ്റ്റാണ്. ഈ രണ്ടാമത് നമുക്ക് നോക്കാം. നിയമ. അഷ്ടാംഗ യോഗയിൽ രണ്ടാമത്തതാണ് നിയമ. നിയമം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ കോഡ്സ്, ലോസിനെ നമുക്ക് പറയാം. നിയമങ്ങളാണ്. ഈ നിയമങ്ങൾ 5 നിയമങ്ങളുണ്ട്. ഓക്കെ, 5 നിയമാസ് 5 ഉണ്ട്. ഒന്നാമത്തത് ശൗച. ശൗച എന്ന് പറഞ്ഞാൽ ക്ലീൻനെസ്സിനാണ് പറയുക. ശൗച എന്ന് പറയുക നമ്മളെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ എൻവയോൺമെൻറ്റും നമ്മൾ ക്ലീൻ ആയിട്ട് വെക്കണം. ശൗച. ക്ലീൻനെസ്. നമ്മളെ മനസ്സും ശരീരവും പുറത്തുള്ള എൻവയോൺമെൻറ്റും ശുദ്ധമായിട്ട് വെക്കാം. സന്തോഷം. അടുത്തത് സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെയ്ൻമെൻറ്റ്, സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ കയ്യിലുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അതിനാന്ന് പറയുക കണ്ടെയ്ൻമെൻറ്റ് എന്ന് പറയുക, സന്തോഷം എന്ന് പറയും. നമ്മുടെ അടുത്ത് ഒന്നുമില്ല, ചെറിയൊരു വീടാണ്, സന്തോഷിക്കുക. ചെറിയൊരു ജോലിയാണ്, സന്തോഷിക്കുക. ഒന്നുമില്ല, എന്നാലും നമ്മൾ ഉള്ളത് കൊണ്ട് സന്തോഷിക്കുന്നതിനാണ് എന്താ പറയുക? സന്തോഷ എന്ന് പറയാം. കണ്ടെയ്ൻമെൻറ്റ്. സന്തോഷ, കണ്ടെയ്ൻമെൻറ്റ്. അടുത്തത് സി ആണ്, തപസ്. തപസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് സെൽഫ് ഡിസിപ്ലിനെയാണ് എന്താ പറയുക തപസ് എന്ന് പറയാം. തപസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണമായ ഫുൾ എഫേർട്ട് ഇടുന്നതിനാണ് എന്താ പറയുക? തപസ് എന്ന് പറയാം. സെൽഫ് ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ വില്ലിങ് ടു അണ്ടർഗോ effort to achieve goal. അടുത്തതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ഡി. തപസ് എന്ന ഇനി നമുക്ക് BC ടി. സ്വാധ്യായ.
സ്വാധ്യായ. സ്വാധ്യായ എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡിക്കാണെന്ന് പറയാം. സ്വാധ്യായ എന്ന് പറയാം. നമ്മൾ സ്വയം രണ്ട് വശമുണ്ട് ഇതിന്. ഓക്കെ, നമ്മുടെ ഒന്ന് നമ്മൾ സ്വയം പഠിക്കുക, രണ്ടാമത്തത് സെൽഫിനെ കുറിച്ചുള്ള പഠനം. നമ്മൾ ആരാണ്, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻട്രോസ്പെക്ഷൻ. നമ്മൾ സെൽഫ് തോട്ട്സ്, ഫീലിങ്സ്, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ചിന്തകളെ കുറിച്ചൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുക, പഠിക്കുക. ഇതൊക്കെ ഇതിൽ സെൽഫ് സ്റ്റഡിയിൽ വരുന്നതാണ്. ഞാൻ അടുത്തത് ഇ ആണ്, ഈശ്വര പാണിദാന. പാണിദാന എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സറണ്ടറിനാണെന്ന് പറയാം. നമ്മൾ പൂർണ്ണമായും നമ്മൾ ദൈവത്തിൽ അല്ലെങ്കിൽ സറണ്ടർ ചെയ്യാം. ലാർജസ്റ്റ് പവർ ദൈവത്തിൽ നമ്മളെ പൂർണ്ണമായും സറണ്ടർ ചെയ്യുന്നതിനാണെന്ന് പറയാം. ഈശ്വര പാണിദാന എന്ന് പറയും. സറണ്ടർ, ഈശ്വര പാണിദാനം. അപ്പോൾ നമ്മൾ രണ്ട് കൺസെപ്റ്റ് ഇപ്പോൾ പഠിച്ചു അല്ലേ. ഒന്നെന്താണ്, യമ അതിൽ 5 പഠിച്ചു, നിയമ അതിൽ 5 പഠിച്ചു. ഇനി മൂന്നാമത്തത് ആസന. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തതാണ് കേട്ടോ ആസന. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസന. ആസന എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പോസ്ചറിനാണെന്ന് പറയാം, ആസന എന്ന് പറയാം. ഇവിടെ എഴുതാം ആസന, ഫിസിക്കൽ പോസ്ചർ. സാധാരണഗതിയിൽ ആൾക്കാർ യോഗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആളുകൾ യോഗ എന്ന് പറഞ്ഞാൽ ആസനയെയാണെന്ന് പറയാം യോഗ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. യോഗ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ ഫിസിക്കൽ പോസ്ചറുകളല്ല. നമുക്കറിയാം പല രീതിയിലുള്ള പോസ്ചറുകൾ, അതായത് പല ഷേപ്പിലെ ആൾക്കാരിങ്ങനെ പല പോസ്ചറിൽ നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് ശരിക്ക് യോഗയുടെ ഒരു വശം മാത്രമാണ് ശരിക്കും യോഗ എന്ന് പറഞ്ഞാൽ, അത് മാത്രമല്ല. ഓക്കെ, പതാഞ്ജലി പറയുന്നത് യോഗ എന്ന് പറഞ്ഞാൽ ഇതിൽ ആസന എന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ടബിൾ സിറ്റിംഗ് പോസ്ചറിനാണ് എന്ത് പറയാം, ആസന എന്ന് പറയാം. കംഫർട്ടബിൾ സിറ്റിംഗ് പൊസിഷൻ, അല്ലാതെ യോഗ പൂർണ്ണമായും എന്തല്ല, ആസന അല്ല. അതിനെ അദ്ദേഹം ഒരു ടേം കോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ചിലപ്പോൾ പറയാം, ഇവിടെ ചോദിച്ചുകൂടായില്ല. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് സ്റ്റഡി ആൻഡ് കംഫർട്ടബിൾ സിറ്റിംഗ് പോസ്ചർ. അതിനാണ് എന്ത് പറയാം, ആസന എന്ന് പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്നതാണ് സ്ഥിര സുഖം ആസനം. സ്ഥിര സുഖം ആസനം, അങ്ങനെയാണ് അദ്ദേഹം കോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആസനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, മെയിനായിട്ട് നമ്മൾ എന്താണ്, ഹെൽത്തി ആയിട്ട് നമ്മളെ ഫിസിക്കൽ ബോഡിയെ സ്ട്രോങ് ആയിട്ടും ഹെൽത്തി ആയിട്ടും നിലനിർത്താനും നമ്മളെ ബ്രെയിനിനെ, നമ്മളെ മൈൻഡിനെ ഡിസ്ട്രാക്ഷൻസിന് മാറ്റി നിർത്താനും ലോങ് ടേമിൽ എന്താണ് വിത്തൗട്ട് ഫിസിക്കൽ ഡിസ്കംഫേർട്ട് ഇല്ലാതെ നിൽക്കാൻ. നമ്മൾ കുറേ നേരം സാധാരണഗതി നമ്മൾ കസേര ഇരിക്കുന്ന സമയത്ത്, വളഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് വേദനകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ആസന, ഈ ഫിസിക്കൽ പോസ്ചർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇരിക്കുന്നൊരു പൊസിഷനാണ്. ആ പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി നമ്മൾ ഹെൽത്തി ആവും, സ്ട്രോങ് ആവും, മാത്രമല്ല മൈൻഡിനുള്ള ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതാവുകയും ചെയ്യുന്നു എന്നാണ്
ഇദ്ദേഹം പറയുന്നത്. ആസനകൾ വിശാലമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കാം. എന്താ, ഇറ്റ് മേക്ക് ഫിസിക്കൽ ബോഡി സ്ട്രോങ്. ഇറ്റ് മേക്ക് ഫിസിക്കൽ ബോഡി സ്ട്രോങ് ആൻഡ് ഹെൽത്തി. സ്ട്രോങ് ആൻഡ് ഹെൽത്തി. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് കുറേ നേരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിറ്റ് ലോങ് ടേം വിത്തൗട്ട് ഫിസിക്കൽ ഡിസ്കംഫർട്ട്. അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റിങ് യുവർ മൈൻഡ്. ഫിസിക്കൽ ഡിസ്കംഫോർട്ട് ഡിസ്ട്രാക്റ്റിങ് യുവർ മൈൻഡ്. അതായത് നമ്മളെ മൈൻഡിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ ഡിസ്കംഫോർട്ടുകളൊക്കെ നമുക്ക് ഈ ആസനത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇപ്പം നമ്മൾ 3 പറഞ്ഞു അല്ലേ, 3. ഇനി നമുക്ക് 4-ാമത്തേത് ഒന്ന് പോവാം. 4. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നോക്കാം. 1 യമ, നിയമ, ആസന, 4. ഇനി 4-ാമത്തേക്ക് നമുക്ക് പോവാണ്. 4 പ്രാണായാമ. പ്രാണായാമ എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് എന്താ പറയുക, പ്രാണായാമ എന്ന് പറയുന്നത്. ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട് ബ്രീത്ത് കൺട്രോൾ. ബ്രീത്ത് കൺട്രോൾ. പ്രാണ എന്ന് പറഞ്ഞാൽ ശരിക്ക് ലൈഫ് ഫോഴ്സ് ആണ്. യാമ എന്ന് പറഞ്ഞാൽ ശരിക്ക് കൺട്രോൾ എന്ന് പറയും. 2 ടേമുകളാണ് ഇവിടെ പറയാനുള്ളത്. പ്രാണ എന്ന് പറഞ്ഞാൽ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ബ്രീത്ത്, ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ബ്രീത്ത്. യാമ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കൺട്രോൾ. അതായത് നമ്മൾ ബ്രീത്ത് പാറ്റേണും മൈൻഡും തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട്. ശ്വാസവും മനസ്സും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ശ്വാസത്തെ നമ്മൾ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ ശ്വാസത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്കും അതിലൂടെ നമ്മളെ ഇമോഷൻസിലേക്കും നമ്മളെ മൈൻഡിലേക്കും ചെന്നെത്താൻ പറ്റും. മൈൻഡിനെ നമുക്ക് നമ്മുടെ തോട്ട് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. പ്രാണായാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രീത്ത് കൺട്രോളാണ്. ബ്രീത്ത് കൺട്രോളിലൂടെ നമുക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്കും ഇമോഷനിലേക്കും അതുകൂടെ ഇൻവാർഡിലേക്കുള്ള യാത്ര ഇത് നമുക്ക് പ്രാണായാമത്തിലൂടെ ആരംഭിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ പോയിന്റ്, ബ്രീത്ത് ആൻഡ് മൈൻഡ് are deeply connected. ബ്രീത്തും മൈൻഡും ഡീപ്ലി കണക്റ്റഡ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി നമുക്ക് 5-ാമത്തെ ലാസ്റ്റ് 8 അതിൽ ഔട്ട്വാർഡിലുള്ള പുറത്തുള്ള 4. പുറത്തുനിന്ന് ഉള്ളിലേക്കുള്ള യാത്രയാണല്ലോ. പുറത്ത് 5 ഘട്ടങ്ങളിലൂടെ പുറത്ത് സഞ്ചരിക്കുന്നു, പിന്നെ ബാക്കിയുള്ള ഘട്ടങ്ങളിലൂടെ 6, 7, 3 ഘട്ടങ്ങളിലൂടെ ഉള്ളിലൂടെയും സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇനി 5-ാമത്തെ എന്താണ് നമുക്ക് നോക്കാം. അഷ്ടാംഗ യോഗയിൽ 5. പ്രത്യാഹാര എന്ന് പറഞ്ഞാൽ നമ്മളെ സെൻസസിന് എന്ത് ചെയ്യാം, പുറത്ത് നിന്ന് പഞ്ചേന്ദ്രിയങ്ങളെ പുറത്ത് നിന്ന് ഉള്ളിലേക്ക് കൊടുക്കുക. അതായത് നമ്മുടെ ഫോക്കസ് എപ്പോഴും പുറത്തേക്കാണല്ലോ. നമ്മുടെ കണ്ണ് നമ്മൾ പുറത്തേക്ക് ആളുകളെ കാണാൻ വേണ്ടി നോക്കുന്നു, ശബ്ദം നമ്മൾ പുറത്തേക്ക് നോക്കുന്നു, ഒക്കെ പുറത്തേക്ക് നോക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ
അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്കാണ് നോക്കുന്നത്, ഉള്ളിലേക്ക് നോക്കുന്നില്ല. ഈ കാഴ്ച വെച്ചുകൊണ്ടും കേൾവി വെച്ചുകൊണ്ടും ഈ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ടും നമുക്ക് ഇൻവാർഡ് ലുക്കിങ്ങും പോസിബിളാണ്. ഓക്കെ, അത് നമ്മൾ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഈ ശബ്ദം പുറത്തുനിന്ന് വരികയാണെങ്കിലും ആ ശബ്ദം നമ്മൾക്ക് കേൾക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതും, കാണുന്ന സമയത്ത് ഈ കാണുന്ന പ്രവർത്തനങ്ങളുമായി നമ്മളെ കണ്ണിലും നമ്മളെ ഇൻവാർഡിലുള്ള പ്രോസസ്സുകളെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻവാർഡ് ലുക്കിങ് പോസിബിളാണ്. അത് ഏത് പഞ്ചേന്ദ്രിയങ്ങളിൽ ഏതെടുത്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും, ഇൻവാർഡ് ലുക്കിങ് പോസിബിളാണ്. ഔട്ട്വാർഡ് ലുക്കിങ്ങിൽ നിന്ന് ഇൻവാർഡ് ലുക്കിങ്ങിലേക്ക് പോണതിനാണ് എന്താ പറയുക, പ്രത്യാഹാര എന്ന് പറയാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വിത്ഡ്രോവൽ ഓഫ് ദ സെൻസസ് എന്നാണ്. വിത്ഡ്രോവൽ ഓഫ് ദ സെൻസസ്, അതിനാണ് ഉദ്ദേശിക്കുന്നത് ടേണിങ് യുവർ അറ്റൻഷൻ ഇൻവേർഡ്. നമ്മൾ ശ്രദ്ധ എന്ത് ചെയ്യാം, ഉള്ളിലേക്ക് കൊടുക്കുക. ഇനി നമുക്ക് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ 5 കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞല്ലോ, അതാ നമ്മൾ 8 ലിംസ് ഓഫ് അഷ്ടാംഗ യോഗ. അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞു, 8 ലിംസ് പറഞ്ഞു. അതിൽ നമ്മൾ ഔട്ടർ പ്രാക്ടീസസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഔട്ടർ പ്രാക്ടീസസ് 5 അല്ലേ? ബാഹിരംഗ എന്ന് പറഞ്ഞിട്ട് 5 പറഞ്ഞു. ഇനി നമുക്ക് അന്തരംഗ, അടുത്തത് 5 കഴിഞ്ഞാൽ പിന്നെ അന്തരംഗമാണ്. അന്തരംഗം നമുക്ക് നോക്കാം. അന്തരംഗം 3 ഓക്കെ, ബാഹിരംഗം പുറത്താണെങ്കിൽ അന്തരംഗം 3 3 ഓരോന്നോരോന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ 5 പറഞ്ഞു. ഇനി 6ാമത്തിലേക്ക് നമുക്ക് പോവാണ്, ദ ഇന്നർ പ്രാക്ടീസസ്. അന്തരംഗ. ഈ അന്തരംഗ ബാഹിരംഗ ശരിക്ക് നോക്കി പോകുന്നത് നല്ലതായിരിക്കും, ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല. ഇത് ഫോക്കസ് ഓൺ ദ മൈൻഡ്. ഫോക്കസ് ഓൺ ദ മൈൻഡ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ബാഹ്യരംഗ പറഞ്ഞത് എന്തായിരുന്നു, ഫോക്കസ് ഓൺ ബോഡി, ഫിസിക്കൽ ബോഡി ആൻഡ് ബോഡി ആൻഡ് വേൾഡാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ബാഹ്യരംഗ. അന്തരംഗ എന്ന് പറഞ്ഞാൽ മൈൻഡാണ്, മൈൻഡിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ 6ാമത്തിലേക്ക് നമുക്കത് പോവാം. 6 ധാരണ. ധാരണ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ എന്ന് പറയും. ഓക്കെ, ധാരണ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യുക, നമ്മൾ സ്വയം ഒരു പോയിന്റിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യണതിന് എന്ത് പറയും, ധാരണ എന്ന് പറയും. ഒരു കാൻഡിൽ ലൈറ്റിലേക്കോ ശ്വാസത്തിലേക്കോ മന്ത്രങ്ങളിലേക്കോ ഫോക്കസ് ചെയ്യിക്കാം, അതിനെന്ത് പറയും, ധാരണ എന്ന് പറയും. ഫിക്സിങ് യുവർ മൈൻഡ് ഓൺ സിംഗിൾ ഒബ്ജക്റ്റ്, സൗണ്ട്, ഐഡിയ, എക്സെട്ര. ഇതുകൊണ്ട് ഈ ധാരണ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോക്കസ്ഡ് കോൺസെൻട്രേഷൻ ആണ്. ഫോക്കസ്ഡ് കോൺസെൻട്രേഷൻ. അതുകൊണ്ട് വിശദമാക്കുന്നത് ഫിക്സിങ് യുവർ മൈൻഡ് ഓൺ എ സിംഗിൾ ഒബ്ജക്റ്റ്, സൗണ്ട്, ഐഡിയ എന്നതാണ്. ഓക്കെ,
അടുത്തത് ഇനി നമുക്ക് 7ാമത്തെ ഭാഗത്തിലേക്ക് പോവാം. ഓക്കെ, 7 ധ്യാന. ധ്യാന എന്ന് പറഞ്ഞാൽ 7ാമത്തെ ഭാഗമാണ്. പുറത്തേക്ക് ധ്യാന. ധ്യാന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ധാരണ. ധാരണ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. ആ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് മെഡിറ്റേഷൻ എന്ന് പറയില്ല. കാരണം നമ്മുടെ ബോധപൂർവ്വം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്യണമാണല്ലോ ധാരണ എന്ന് പറഞ്ഞാൽ. ധ്യാന എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ധ്യാന എന്ന് പറഞ്ഞാൽ അത് മെഡിറ്റേഷനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂസ് അൺഇൻറ്ററപ്റ്റഡ് ഫ്ലോ ഓഫ് അറ്റൻഷൻ ഓൺ ഒബ്ജക്റ്റ്. അതായത് ഒരു വസ്തുവിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഫോക്കസ് കിട്ടണതിനാണ് എന്താ പറയുക, മെഡിറ്റേഷൻ എന്ന് പറയാം. അത് നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതല്ല, ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഇവിടെ എഴുതാം, എ കണ്ടിന്യൂസ് uninterrupted flow of attention on the object of focus. On the object of focus. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 കൺസെപ്റ്റ്, ധാരണയും എന്താണ് ധ്യാനവും. ധാരണ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷനാണ്, ധ്യാന എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷനാണ്. ധ്യാന എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡിസ്ട്രാക്ഷൻ അവസാനിക്കുന്ന ഘട്ടമാണ്. ഡിസ്ട്രാക്ഷൻ അവസാനിക്കുകയും നമ്മൾ വെള്ളത്തിലൂടെ ഒരു കപ്പൽ ഒഴുകുന്ന പോലെ അങ്ങനെ ഒഴുകി പോകുന്ന ഒരു സ്റ്റേജാണ്. അതിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവില്ല. ഇവിടെയാണ് നോ ഡിസ്ട്രാക്ഷൻസ്. ഇവിടെ നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോൾ മാത്രമല്ല മെഡിറ്റേഷൻ ഉണ്ടാവുക. നമ്മൾ പൂർണ്ണമായിട്ടും നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാവും മെഡിറ്റേഷൻ്റെ പൊസിഷൻ ഉണ്ടായിരിക്കും. ഡിസ്ട്രാക്ഷൻ ഉണ്ടായിരിക്കില്ല. നമുക്കൊരു പോയിന്റിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതാണ് ധ്യാന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 8 സമാധി. പുറത്തെഴുതാം സമാധി. സമാധി എന്ന് പറഞ്ഞാൽ മരണമല്ല, സമാധി എന്ന് പറയാം. വിശദീകരിക്കാം. സമാധി എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ വൺനെസ്സിനാണ് ഇത് പറയാം. സമാധി എന്ന് പറയാം വൺനെസ്, ഒന്നായി മാറുക. നമ്മുടെ ഈഗോ പൂർണ്ണമായും ഇല്ലാതാവുക, ഞാൻ എന്ന ബോധം, അഹംഭാവം ഇല്ലാതായി മാറുക. എന്നിട്ട് അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വൺനെസ്, അതായത് ഈ അഹം, ഞാൻ എന്ന ഭാഗം ഇല്ലാതായി മാറിയിട്ട് നമ്മൾ എന്തിലാണോ ലയിക്കാൻ ഉദ്ദേശിച്ചത് അതിലേക്ക് ലയിക്കുന്ന അവസ്ഥയ്ക്കാണ് എന്താ പറയുക, സമാധി എന്ന് പറയാം. അത് മരണമല്ല. ജീവിച്ചിരിക്കുന്ന സമയത്തിന് എന്ത് ചെയ്യും, വ്യക്തി സമാധിയിലേക്ക് പോവാം. പക്ഷേ വൺനെസ്, ആ വ്യക്തി അവിടെ, ആ അഹം എന്ന ഭാവം അവിടെ ഉണ്ടായിരിക്കില്ല എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ മരിക്കുന്ന സമയത്താണ് സമാധിയായി എന്ന് നമ്മൾ പറയാറുള്ളത്. ശരിക്കും സമാധി എന്ന് പറഞ്ഞാൽ ഒരു മരണം തന്നെയാണ്. പക്ഷെ അതിൽ സെൽഫ് ഇല്ലാതാവുന്നതിനെയാണ് എന്താ പറയുക, സമാധി എന്ന് പറയാം. ഇത് മെഡിറ്റേഷൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സ്റ്റേജാണ്. മെഡിറ്റേഷൻ തന്നെ നമുക്ക് പൂർണ്ണമായൊരു ഫോക്കസ് കിട്ടുമെങ്കിലും സമാധിയാകുന്ന സമയത്ത് സെൽഫ്ലെസ് ഫോക്കസ് കിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് meditation where
your ego drops away. ഈഗോ പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ഒരു സ്റ്റേറ്റിനാണ് എന്താ പറയുക, സമാധി എന്ന് പറയാം. അപ്പോൾ നമ്മുടെ എന്താണോ എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനവും നമ്മളും രണ്ടല്ല ഒന്നായി മാറുന്ന അവസ്ഥയ്ക്ക് എന്ത് ചെയ്യും, സമാധി എന്ന് പറയും. അവിടെ അദ്വൈതം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ അതിൽ വരുന്നതാണ്. അത് മറ്റു ഫിലോസഫിയാണ്, മറ്റു തിയറികളാണ്. അത് ഇതുമായി ഇനി കണക്ട് ചെയ്യാൻ നമുക്കിപ്പോൾ സമയമില്ല. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഈ ചോദ്യത്തിൽ വിശാലമായൊരു ഭാഗമാണ്. നമ്മൾ ഈ കൺസെപ്റ്റ് മൊത്തം ഏകദേശം കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പതാഞ്ജലിയുടെ യോഗസൂത്രയാണ് നമ്മൾ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ACD എന്ന് പറഞ്ഞ 4 എണ്ണമാണ്. നമ്മുടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇതിൽ നമ്മൾ പതാഞ്ജലി ആരാണെന്ന് നമ്മൾ പറഞ്ഞു. പതാഞ്ജലി യോഗ കമ്പൈൽ ചെയ്ത ആളാണ്, അയാൾ ഇൻവെൻറ്റ് ചെയ്ത ആളല്ല. അതുപോലെ തന്നെ യോഗസൂത്ര എന്ന പേരിൽ 400 സെഞ്ചുറിയിലാണ് ഇത് കമ്പൈൽ ചെയ്തത്. 196 സൂത്രാസ് ഉണ്ട്. അതിൽ 4 പാഠങ്ങളുണ്ട്. സമാധി പാഠ, സാധന പാഠ, വിഭൂതി പാഠ, കൈവല്യ പാഠ, അങ്ങനെ 4 പാഠങ്ങളാണുള്ളത്. പിന്നെ 8 ലിംസിനെ കുറിച്ച് പറഞ്ഞു, അഷ്ടാംഗ യോഗയെക്കുറിച്ച് പറഞ്ഞു. അഷ്ടാംഗ യോഗയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വൃക്ഷം പോലെയാണ്. വൃക്ഷത്തിന് 7 ശിഖരങ്ങളുള്ള 8 ശിഖരങ്ങളുള്ള വൃക്ഷമാണ്. അതെന്താണ്, പുറത്തുനിന്ന് എന്താണ് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് എന്ന രീതിയിലല്ല, അത് ഒന്നിച്ച് ഗ്രോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പുറത്തുനിന്ന് ഉള്ളിലേക്കാണ് എന്ത് ചെയ്യുക, ഇത് ഗ്രോ ചെയ്യുക. 2 പാർട്ടാണുള്ളത്, ഔട്ടർ പ്രാക്ടീസസ്, ഇന്നർ പ്രാക്ടീസസ്. ഔട്ടർ പ്രാക്ടീസസ് 5 എണ്ണമാണുള്ളത്. അത് ഈ ഔട്ടർ പ്രാക്ടീസസിന് ബാഹിരംഗ എന്നാണ് പറയുക, ബാഹിരംഗ. ഇന്നർ പ്രാക്ടീസസിന് അന്തരംഗ എന്ന് പറയും. ഇത് ഔട്ടർ പ്രാക്ടീസസ് ബോഡിയെയും വേൾഡുമായി കണക്ട് ചെയ്തതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണത് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര എന്ന് പറഞ്ഞ 5 എണ്ണം. അതിൽ യമ എന്ന ഇതിൽ എന്താണ്, സോഷ്യൽ എത്തിക്സ് ആണ്. അഹിംസ, സത്യ, പിന്നെ അസ്ത്യ, അതുപോലെ ബ്രഹ്മചര്യ, അപരിഗ്രഹ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ നിയമൽ ശൗച, സന്തോഷ, തപസ്, വിദ്യായ, അതുപോലെ ഈശ്വര പാണിഗ്രഹണ എന്ന് പറയുന്ന കൺസെപ്റ്റൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ അടുത്ത് പറഞ്ഞ ആസനാണ്. ആസനത്തിൽ വരുന്നത് നമ്മളൊരു ഫിസിക്കൽ പോസ്ചറിനാണ് ആസന എന്ന് പറയാം. കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റിംഗ് പൊസിഷനായിട്ടാണ് ഇദ്ദേഹത്തിനെ കാണുന്നത്. പിന്നെ അടുത്ത് പറഞ്ഞ പ്രാണായാമമാണ്. പ്രാണായാമ ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ബ്രീത്തിലൂടെ നമ്മളെ മൈൻഡിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന അദ്ദേഹം പറയുന്നു. പിന്നെ പ്രത്യാഹാര എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. അതാണ് പ്രത്യാഹാര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻവേർഡ് പ്രാക്ടീസസ്, അതിന് അന്തരംഗ എന്നാണ് പറയാം. മൈൻഡുമായി കണക്ട് ചെയ്തതാണ്. അതിൽ ഒന്നാണ് ധാരണ. നമ്മൾ നിർബന്ധിതമായിട്ട് നമ്മൾ ഒരു പോയിന്റിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് ധാരണ എന്ന് പറയും. ധ്യാന എന്നാകുമ്പോൾ മെഡിറ്റേഷൻ ആവുന്ന സമയത്ത് അത് കുറച്ചും കൂടെ എന്ത് ചെയ്യണം, ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ തന്നെ നമ്മൾ ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നു. അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജാണ് സമാധി എന്ന് പറഞ്ഞ സ്റ്റേജ്. അപ്പോൾ അവിടെ ഈഗോ ലെസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഭാഗം. ഇത് വിശാലമായൊരു ഭാഗമാണ്, ഏകദേശമൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സെഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യമോ? ഓക്കെ, ഷുവർ. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇതിൽ പറഞ്ഞിട്ടുള്ള 5 ഓപ്ഷനുമായി കണക്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ പറയാത്ത ഒരു ഭാഗം ലാസ്റ്റാണ്, യോഗസൂത്ര ബേസ്ഡ് ഓൺ ആൻഷ്യൻ ന്യായ സിസ്റ്റം. അത് ശരിക്കും ആൻഷ്യൻ ന്യായ സിസ്റ്റം അല്ല, ശരിക്കും സംഖ്യ ഫിലോസഫിയാണ്. ഇതിൽ സംഖ്യ ഫിലോസഫി. അത് നമുക്ക് ആ ടോപ്പിക്ക് കുറച്ച് വിശദമായിട്ട് നമുക്ക് വിശദീകരിക്കാനുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്, സംഖ്യ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം, സംഖ്യ ഫിലോസഫി.
ഓക്കെ, അപ്പോൾ താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.